Hi friends, welcome back to my today's class ICT 10 coding guidelines chapter 2 neoplasm. Last classൽ നമ്മൾ ജനറൽ ആയിട്ട് എന്താണ് neoplasm, types of neoplasm അതൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് neoplasmത്തിന്റെ കോഡിംഗ് ഗൈഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. neoplasmത്തിൽ കോഡ് റേഞ്ച് വരുന്നത് C002 to D49 ആണ്. അപ്പോൾ ആദ്യത്തേത് അഡ്മിഷൻ ഓർ എൻകൗണ്ടർ ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രൈമറി സൈറ്റ്. ഒരു പേഷ്യന്റ് വന്നേക്കുന്നത് അതിൽ പ്രൈമറി സൈറ്റിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ്. ആ ടൈമിൽ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്? നമ്മൾ പ്രൈമറി സൈറ്റ് സെക്കൻഡറി സൈറ്റ് എങ്ങനെയാണെന്ന് കണ്ടു, ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടു. പ്രൈമറി സൈറ്റ് എന്ന് വെച്ചാൽ ക്യാൻസർ ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത സ്ഥലമാണ് പ്രൈമറി സൈറ്റ്. പിന്നെ എങ്ങോട്ടെങ്കിലും ഇൻവേർഡ് ആയിട്ടുണ്ടെങ്കിൽ അതാണ് സെക്കൻഡറി സൈറ്റ്. അപ്പൊ പ്രൈമറി സൈറ്റിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് വന്നെങ്കിൽ എന്താണ് കോഡ് ചെയ്യേണ്ടത്? If the patient admission is for treatment of malignancy and is directed at the primary site, code the primary malignancy as the principal diagnosis. അപ്പൊ ആ ടൈമിൽ നമ്മൾ ഒന്ന് നോക്കണ്ട, പ്രൈമറി മാലിഗ്നൻസി ആണ് ആദ്യത്തെ കോഡായിട്ട് കോഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് അഡ്മിഷൻ ഓർ എൻകൗണ്ടർ ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് സെക്കൻഡറി സൈറ്റ്. സെക്കൻഡറി സൈറ്റിലെ ട്രീറ്റ്മെന്റിന് വേണ്ടിയായിട്ടാണ് പേഷ്യന്റ് അഡ്മിറ്റ് ആയിരിക്കുന്നതെങ്കിൽ ആ ടൈമിൽ നമ്മൾ സെക്കൻഡറി നിയോപ്ലാസം ആദ്യത്തെ പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ആയിട്ട് കോഡ് ചെയ്യും. നെക്സ്റ്റ് കോഡിംഗ് ആൻഡ് സീക്വൻസിങ് ഓഫ് കോംപ്ലിക്കേഷൻ. കോംപ്ലിക്കേഷനിൽ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, അനീമിയ അസോസിയേറ്റഡ് വിത്ത് മാലിഗ്നൻസി. ഒരു പേഷ്യന്റിന് അനീമിയ ഉണ്ട്. അനീമിയ എന്തുകൊണ്ടാണ് വന്നത്? മാലിഗ്നൻസി ഉള്ളത് കൊണ്ടാണ് വന്നതെങ്കിൽ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്? When the admission is for management of an anemia associated with a malignancy and the treatment is only for anemia. അനീമിയയ്ക്ക് മാത്രമാണ് ട്രീറ്റ്മെന്റ് എങ്കിൽ the appropriate code for malignancy is sequenced as principal diagnosis followed by appropriate code for anemia. അപ്പൊ ആ ടൈമിൽ അനീമിയ അസോസിയേറ്റഡ് വിത്ത് മാലിഗ്നൻസി ആണ്. നമ്മൾ എന്തിനാണ് പേഷ്യന്റ് അഡ്മിറ്റ് ആയേക്കുന്നത്? ആ അനീമിയ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് അഡ്മിറ്റ് ആയേക്കുന്നത്. അപ്പം നമ്മൾ കോഡ് ചെയ്യേണ്ടത് നിയോപ്ലാസം ഫസ്റ്റ് കോഡ് ചെയ്യുക, അതിനുശേഷം അനീമിയ ഇൻ നിയോപ്ലാസ്റ്റിക് ഡിസീസ് എന്നൊരു സെപ്പറേറ്റ് കോഡ് ഉണ്ട്, D63.0, അത് കോഡ് ചെയ്യുക സെക്കൻഡറി ആയിട്ട്. നെക്സ്റ്റ് അനീമിയ അസോസിയേറ്റഡ് വിത്ത് കീമോതെറപ്പി, ഇമ്മ്യൂണോതെറപ്പി ആൻഡ് റേഡിയേഷൻ തെറപ്പി. When the admission is for management of an anemia associated with the adverse effect of administration of chemotherapy or immunotherapy and the only treatment is for anemia. അതായത് ഒരു പേഷ്യന്റിന് അനീമിയ ഉണ്ട്. അനീമിയ എന്തുകൊണ്ടാണ് വന്നത്? ആ പേഷ്യന്റ് കീമോതെറപ്പി അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറപ്പി എടുത്തത് കൊണ്ട് മാത്രമാണ് ഈ അനീമിയ വന്നതെങ്കിൽ the anemia code is sequenced first. അനീമിയ ആദ്യമേ കോഡ് ചെയ്യണം, അതിനുശേഷം അപ്രോപ്രിയേറ്റ് കോഡ് ഫോർ നിയോപ്ലാസം. ആദ്യമേ അനീമിയ കോഡ് ചെയ്യുക, അതിനുശേഷം നിയോപ്ലാസം എന്താണ് ആ നിയോപ്ലാസം കോഡ് ചെയ്യുക, അതിനുശേഷം അഡ്വേഴ്സ് എഫക്റ്റ്. ഈ കീമോതെറപ്പിയുടെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് നിയോപ്ലാസം. അപ്പൊ അഡ്വേഴ്സ് എഫക്റ്റ് കോഡ് ചെയ്യുക. അഡ്വേഴ്സ് എഫക്റ്റിന് കോഡ് T45.1x5, adverse effect of anti-neoplasm and immunosuppressive drugs. Next, management of dehydration due to malignancy. When the admission is for management of dehydration due to malignancy and the treatment is only for dehydration. ഒരു പേഷ്യന്റിന് ഡീഹൈഡ്രേഷൻ ഉണ്ട്, അത് എന്തുകൊണ്ടാണ്? മാലിഗ്നൻസി ഉള്ളത് കൊണ്ടാണ് ഡീഹൈഡ്രേഷൻ. ആ പേഷ്യന്റ് എന്തിനാണ് അഡ്മിറ്റ് ആയേക്കുന്നത്? ആ ഡീഹൈഡ്രേഷൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടിയാണ് അഡ്മിറ്റ് ആയേക്കുന്നത്. ആ ടൈമിൽ ഡീഹൈഡ്രേഷൻ is sequenced first followed by the code for malignancy. Dehydration first കോഡ് ചെയ്യണം, നെക്സ്റ്റ് മാലിഗ്നൻസി കോഡ് ചെയ്യണം. നെക്സ്റ്റ് ഇത് ട്രീറ്റ്മെന്റ് ഓഫ് എ കോംപ്ലിക്കേഷൻ റിസൾട്ടിംഗ് ഫ്രം എ സർജിക്കൽ പ്രൊസീജിയർ.
when the admission is for treatment of complication resulting from a surgical procedure. ഒരു പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എടുക്കാൻ വന്നേക്കുന്നത് കോംപ്ലിക്കേഷൻ ഉണ്ട് ആ പേഷ്യന്റിന്. അത് എന്തുകൊണ്ടാണ്? സർജിക്കൽ പ്രൊസീജിയർ എടുത്തത് കൊണ്ടാണ്. സർജിക്കൽ പ്രൊസീജിയർ കൊണ്ട് ആ പേഷ്യന്റിന് കോംപ്ലിക്കേഷൻ വന്നു. ആ ടൈമിൽ പേഷ്യന്റ് അഡ്മിറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് കോഡ് ചെയ്യണം? കോഡ് ദ കോംപ്ലിക്കേഷൻ ആസ് ദി പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ഇഫ് ദ ട്രീറ്റ്മെന്റ് ഈസ് ഡയറക്റ്റഡ് അറ്റ് റിസോൾവിംഗ് ദ കോംപ്ലിക്കേഷൻ. അതായത് പേഷ്യന്റിന്റെ കോംപ്ലിക്കേഷൻ കോഡ് ചെയ്യുക, ഫസ്റ്റ് ആയിട്ട് കോഡ് ചെയ്യുക. ആ ഡോക്ടർ ആ കോംപ്ലിക്കേഷന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ആ ടൈമിൽ നമ്മൾ കോഡ് ചെയ്യാം. Code the complication as principal diagnosis if the treatment is directed at resolving the complication. Resolve ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ കോംപ്ലിക്കേഷൻ ഫസ്റ്റ് ആയിട്ട് കോഡ് ചെയ്യാം. നെക്സ്റ്റ്, പ്രൈമറി മാലിഗ്നൻസി പ്രീവിയസ്ലി എക്സൈസ്ഡ്. പ്രൈമറി മാലിഗ്നൻസി ക്യൂർ ചെയ്തെങ്കിൽ അതിന്റെ ഒരു കോഡിങ് എങ്ങനെയാണ്? When a primary malignancy has been previously treated from its site and there is no evidence of existing primary malignancy at that site. ഒരു പ്രൈമറി സൈറ്റിൽ മാലിഗ്നൻസി ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്തു, ഇപ്പൊ അയാൾക്ക് ഒന്നുമില്ല. And if there is any mention of metastasis to another site, പക്ഷേ അയാൾക്ക് അടുത്ത ഒരു സൈറ്റിലേക്ക്, സെക്കൻഡറി സൈറ്റിലേക്ക് ഇൻവേർഡ് ആയിട്ടുണ്ട് മെറ്റാസ്റ്റാറ്റിസ്. അപ്പൊ നമ്മൾ എന്താണ് കോഡ് ചെയ്യേണ്ടത്? ആദ്യത്തേത് കംപ്ലീറ്റ്ലി ക്യൂർ ആയി, അതെന്ന് പേഴ്സണൽ ഹിസ്റ്ററി എന്ന് വരും, Z85. സെക്കൻഡറി സൈറ്റില് ഇപ്പൊ ആക്റ്റീവായിട്ടൊരു ഒരു നിയോപ്ലാസം ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്? ഈ സെക്കൻഡറി നിയോപ്ലാസം ആദ്യം കോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് മാലിഗ്നന്റ് നിയോപ്ലാസം കോഡ് ചെയ്യുക. സെക്കൻഡറി സൈറ്റിൽ കറന്റ് ആയിട്ട് നിയോപ്ലാസം ഉണ്ട്, അതുകൊണ്ട് സെക്കൻഡറി നിയോപ്ലാസം ഫസ്റ്റ് കോഡ് ചെയ്യുക. പക്ഷെ അയാൾക്ക് ഓൾറെഡി പ്രൈമറി സൈറ്റിൽ ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ക്യൂർ ചെയ്തു, അപ്പോൾ Z85 കോഡ് ചെയ്യുക. അത്രേ ഉള്ളൂ ഇതിന്റെ കോഡിങ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് നമുക്ക് നോക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെഡിക്കൽ കോഡേഴ്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഗൈസ്.